ഈ രാജീവ് ചന്ദ്രശേഖർ പുതിയ നീക്കം നടത്തുകയാണ്. വളരെ തന്ത്രപ്രധാനമായ രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു സമയം പോലും ഇനി അങ്ങോട്ട് വിശ്രമമില്ലാത്ത നാളുകളാണ്. കാരണം 2 തെരഞ്ഞെടുപ്പാണ്. ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു റിസൾട്ട് ഉണ്ടാക്കുക എന്നതാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ അധ്വാനം. രാജീവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ രാജീവിനെ എന്താണ് നാം വിമർശിക്കുന്നത് അതിനെ അദ്ദേഹം തരണം ചെയ്യും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നാം കണ്ടതാണ്. രാജീവ് ചന്ദ്രശേഖർ ഒരു പണക്കാരനാണ്. നാം ഒരു സിനിമ ഉണ്ടല്ലോ, ഒരു മമ്മൂട്ടിയുടെ സിനിമ ഉണ്ടല്ലോ, ഒരു പണക്കാരൻ നാട്ടിൽ നിന്നും പിന്നീട് പണവുമായി അവിടെ എത്തി. ആ രീതിയിലായിരുന്നു വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നത്. പക്ഷെ അതിൽ നിന്ന് തന്നെ അദ്ദേഹം പാഠം ഉൾക്കൊണ്ട് വലിയ രീതിയിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച്, പ്രത്യേകിച്ച് തീരമേഖലയിൽ തന്നെ പ്രവർത്തിച്ച് വലിയ രീതിയിൽ വോട്ട് വാങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ അദ്ദേഹം BJPയുടെ പ്രസിഡന്റായി വന്നപ്പോൾ ഉയർന്നു കേട്ട ഒരു വലിയ വിമർശനമാണ് ഇദ്ദേഹത്തിന് ജനങ്ങളുമായി ബന്ധമില്ല, പ്രത്യേകിച്ച് BJPയുടെ അണികളുമായി ബന്ധമില്ല. ഈ കെ സുരേന്ദ്രനായാലും വി മുരളീധരനായാലും ശോഭാ സുരേന്ദ്രനായാലും ഇവിടെ നിന്ന് പ്രവർത്തിച്ച് വളർന്നു വരുന്നവരാണല്ലോ. പണ്ട് നാം ഡൽഹി രാഷ്ട്രീയത്തിലെല്ലാമാണ് അങ്ങനെ കണ്ടിട്ടുള്ളത്. മറ്റു സംസ്ഥാനങ്ങളിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പെട്ടെന്ന് ഒരു നേതാവ് ആ സംസ്ഥാനത്തിലേക്ക് കടന്നു വന്ന് അവിടുത്തെ നേതാവായി മാറുന്ന രീതി. പക്ഷെ അതൊന്നും കേരളത്തിലില്ല. ഇപ്പോൾ CPM-ലായാലും അവിടെ SFI മുതൽ തന്നെ പ്രവർത്തിച്ചു വന്ന് DYFI വഴി CPM-ലേക്ക് വരികയാണ്. കോൺഗ്രസ്സിലും അത് തന്നെയാണ്. ഇപ്പോൾ K സുധാകരനായാലും തന്നെ വർഷങ്ങളായാലേ ജനതാ പാർട്ടിയിലെല്ലാം ഉണ്ടായിരുന്നു. അതിനുശേഷമായിരുന്നു കോൺഗ്രസ്സിലേക്ക് വരുന്ന ഒരു നേതാവായിരുന്നു സുധാകരൻ. അങ്ങനെ കേരളത്തിൽ നിന്ന് തന്നെ വളർന്നു വന്നൊരു നേതാക്കളുടെ പാരമ്പര്യം അവകാശപ്പെടാനില്ലാത്ത രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ ഒരു വിമർശനം ഉയർന്നപ്പോഴാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി അങ്ങനെയെങ്കിൽ ഞാൻ പ്രവർത്തകരെ തന്നെ പരിചയപ്പെട്ടിട്ട് എന്നെ കാര്യമെന്ന രീതിയിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ആദ്യപടിയാണ് നാളെ മുതൽ ആരംഭിക്കുന്ന കൺവെൻഷനുകൾ. ഇത് ജനങ്ങളുമായൊന്നും വലിയ രീതിയിൽ ബന്ധമില്ല, കൂടുതലും പാർട്ടി പ്രവർത്തകരെയാണ്. ഇപ്പോൾ പാർട്ടി പ്രവർത്തകരെ പരിചയപ്പെടുകയാണ്. ഇപ്പോൾ ആദ്യം ഒരു ജില്ല, ഇപ്പോൾ അറിയാം അവർക്ക് 30 ജില്ലയാണ്. 14 അവർ വലിയ രീതിയിൽ മുറിച്ച് 30 ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം ഒരു 2 ജില്ലയിലായിരിക്കും ഉണ്ടാകുക. ആ ജില്ലയിൽ രാവിലെ പ്രവർത്തകരെ കാണുക, ഈ മണ്ഡലം കമ്മിറ്റി പ്രവർത്തകരെ കാണുക, ജില്ലാ കമ്മിറ്റി പ്രവർത്തകരെ കാണുക, പഞ്ചായത്ത് കമ്മിറ്റി പ്രവർത്തകരെ കാണുക, പ്രവർത്തകരുടെ പ്രശ്നങ്ങൾ കേൾക്കുക, അത് പരിഹരിക്കാനുള്ള നടപടി നടത്തുക. പിന്നെ അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുണ്ട്, നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്, ഒരു വർഷത്തിനിടെ 2 തെരഞ്ഞെടുപ്പുണ്ട്. അതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി മുന്നോട്ട് പോകുക. അദ്ദേഹം ജനങ്ങൾക്കിടയിലല്ല ഇപ്പോൾ ആദ്യം ഇറങ്ങുന്നത്, പ്രവർത്തകർക്കിടയിലാണ്. ഈ പ്രവർത്തകരാണല്ലോ ആവശ്യം. ഈ പോസ്റ്റർ ഒട്ടിക്കാനായാലും ഈ വോട്ട് ചോദിക്കാനായാലും ജനങ്ങൾ വരില്ല, പ്രവർത്തകർ ചോദിക്കാൻ അവർ രണ്ടും കൽപ്പിച്ചിറങ്ങുമ്പോഴാണല്ലോ വിജയമുണ്ടാകുക. കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രതിസന്ധി ഇതാണ്. അവർക്കിപ്പോൾ പ്രവർത്തകരില്ല. പ്രവർത്തകരാണെങ്കിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ സജീവമല്ല. അതിന് കാരണം എന്താണ്? ഫണ്ടില്ലാത്ത ഒരു വലിയ ഇതും ആ രീതിയിൽ കോൺഗ്രസിനെ എന്താണോ വേട്ടയാടുന്നത് അതിനെ, ആ വീഴ്ചകളെ BJP കൂടുതൽ മുതലെടുക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് നാളെ തൃശ്ശൂരിൽ നിന്നാണ് യാത്ര നടക്കുന്നത്. കൺവെൻഷനുകൾ ഓരോ ജില്ലയിലെത്തി കൺവെൻഷനുകളിൽ പങ്കെടുക്കും. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പലരും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, ഈ BJP പ്രവർത്തകർക്ക് നേതാക്കൾക്കും പൊളിറ്റിക്കൽ വിദ്യാഭ്യാസം ഇല്ലെന്ന്, എഡ്യൂക്കേഷൻ ഇല്ല എന്ന വലിയ വിമർശനമുണ്ട്. അദ്ദേഹം കാരണം ഈ CPM-ന്റെ കോൺഗ്രസിന്റെ പഞ്ചായത്ത് നേതാക്കളുടെ അത്രയും അറിവ് പോലും ഈ BJP-യുടെ ജില്ലാ നേതാക്കൾക്കില്ല എന്ന വിമർശനമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പവർ പ്രസന്റേഷനുമായാണ് ഇറങ്ങുന്നത്. തൻ്റെ ഐഡിയ എന്താണെന്ന് അദ്ദേഹം അവിടെ TV-യിലൂടെ എല്ലാം ഡിജിറ്റലിലൂടെ ഈ പ്രവർത്തകരെ പഠിപ്പിക്കുക. അങ്ങനെ BJP പ്രവർത്തകരെ പഠിപ്പിച്ചാണ് ഇനി അദ്ദേഹം പുറത്തിറക്കാൻ പോകുന്നത്. അതിൻ്റെ എല്ലാ നീക്കങ്ങൾ ഈ യാത്രയിലുണ്ട്. ഈ യാത്ര മനസ്സിലായില്ലേ? അങ്ങനെ ഇതെനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു സമ്മേളനം ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. മുൻകാലത്ത് ഒരു പ്രസിഡന്റുമാരും ഇത്തരത്തിൽ ചെയ്തിട്ടില്ല. ഈ സമ്മേളനം എന്ന് ഉദ്ദേശിക്കുമ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പ്രവർത്തകരെ പഠിപ്പിക്കുക, അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിന് വേണ്ടി മുന്നോട്ടിറങ്ങുക എന്നതാണ്. BJPയുടെ കഴിവുകേടായി ഉയർത്തിക്കാട്ടിയതാണ് ഈ തെരഞ്ഞെടുപ്പിന് 1 മാസം മുൻപ് ഓടിയെത്തി പോസ്റ്റർ ഒട്ടിക്കുക, വോട്ട് ചോദിക്കുക എന്നത്. അതിനും നിലവിൽ ഇവിടെ മാറ്റം വരികയാണ്. ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തെരഞ്ഞെടുപ്പിൽ മാസങ്ങൾ ബാക്കിയുണ്ട്. ഒരു 6-7 മാസം അല്ലേ, 6-7 മാസമുണ്ട്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും 1 വർഷത്തിലധികമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം ഈ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ജില്ലകളിലും ഈ തെരഞ്ഞെടുപ്പ് ഇൻചാർജുമാരെയും പ്രഖ്യാപനം നടത്തും. അപ്പോൾ വലിയ തന്ത്രങ്ങളുമായി, കാരണം അദ്ദേഹം വന്നിട്ട്
1 മാസമേ ആകുന്നുള്ളൂ. ആ സമയങ്ങളിൽ അദ്ദേഹം അങ്ങനെ പുറത്തൊന്നും ഇറങ്ങാതിരുന്നു. പല മുതിർന്ന നേതാക്കളുമായി സംസാരിച്ച്, പ്രത്യേകിച്ച് പ്രൊഫഷണൽ ടീമുകളുമായി സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ എല്ലാ യുവാക്കളെയാണ് വച്ചിരിക്കുന്നത്. അങ്ങനെ അദ്ദേഹം ഈ മുറിയിൽ ഇരുന്നപ്പോൾ AC മുറിയിലിരുന്ന് തന്ത്രങ്ങൾ മെനഞ്ഞു. ഇനി അത് പുറത്തിറങ്ങി നടപ്പിലാക്കാനുള്ള ശ്രമവുമായാണ് വരുന്നത്. അത് എത്രത്തോളം വിജയിക്കുമെന്നത് നാം കാത്തിരുന്നു തന്നെ കാണണം. അപ്പോഴും മറ്റൊരു കാര്യമുണ്ട്, ഈ സുരേന്ദ്രനെയും ശോഭാ സുരേന്ദ്രനെയും അടക്കമുള്ളവർ എന്നും വാർത്തകൾ നിറയുന്നത് വിവാദങ്ങളിലൂടെയാണ്. ഇദ്ദേഹം അങ്ങനെ വിവാദങ്ങളിലെന്നും നിറയുന്നത് നാം കണ്ടിട്ടില്ല. അതോടൊപ്പം തന്നെ വലിയ വാഗ്ദാനങ്ങൾ നൽകുക, ആദ്യം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വാഗ്ദാനമായി നടപ്പിലാക്കിയത് അദ്ദേഹം അന്ന് ചുമതലയേൽക്കുന്ന ഒരു ദിവസമായിരുന്നു. ഞാൻ ഇനി പിന്നെ കേരളത്തിൽ BJP അധികാരത്തിൽ എത്തിച്ചതിന് ശേഷം മാത്രമേ മടങ്ങി പോവുകയുള്ളൂ എന്ന ഒരു നാം ഒരു തമാശ രൂപേണ എടുക്കുമ്പോഴും അങ്ങനെ ഒരു വാക്കുകൾ ഉപയോഗിക്കണമോ എന്ന് സംശയമുണ്ട്. പക്ഷെ അതിനുശേഷം നാം ശ്രദ്ധിച്ചാലേ അറിയാം, അദ്ദേഹം അങ്ങനെ ഒരു ഗീർവാണം അടിക്കുന്നത് കണ്ടിട്ടില്ല. സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഈ 1 മാസത്തിനിടയ്ക്ക് 3-4 ഒരു തെരഞ്ഞെടുപ്പിൽ തന്നെ 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുക. കാരണം അദ്ദേഹം തന്ത്രപൂർവ്വം ഇപ്പോൾ പല മാധ്യമ പ്രവർത്തകരും ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് ഇന്ന് തന്നെ ചോദ്യം ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയുന്നത്, നിങ്ങൾ കാത്തിരിക്കൂ, ഇതിന് പരിഹാരം ഉണ്ടാക്കുന്നത് ഏത് പാർട്ടിയാണെന്ന് കണ്ടറിയാം, അല്ലാതെ ഞങ്ങൾ പരിഹരിക്കുമെന്ന് പറയുന്നില്ല. അതെ, പരിഹരിക്കപ്പെടും, പക്ഷെ അത് പരിഹരിക്കുന്നത് ഏത് പാർട്ടിയാണെന്ന് നമുക്ക് കണ്ടറിയാമെന്നാണ് പറയുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഓരോ മറുപടിയിലും കൃത്യമായ ക്ലാരിറ്റി ഉണ്ട്. മറ്റൊരു കാര്യം, ഇദ്ദേഹം പ്രവർത്തകരോട് പറയുന്നത്, ഞാൻ നേതാവാകാനല്ല കേരളത്തിലെത്തിയത്, നിങ്ങളെ നേതാക്കൾ ആക്കി മാറ്റുവാനാണ്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഓരോ പ്രദേശത്തും പുതിയ പുതിയ നേതാക്കളെ വളർത്തിക്കാട്ടി ഉയർത്തി ഈ കേരളം പിടിച്ചെടുക്കുക. ഇപ്പൊ വന്നിട്ട് തന്നെ അധ്യക്ഷ പദവിയിൽ എത്തിയിട്ട് തന്നെ നാളുകൾ കുറച്ചേ ആയിട്ടുള്ളൂ, 1 മാസം പിന്നിടുന്നതേ ഉള്ളൂ. അതിനിടയ്ക്ക് തന്നെ കാര്യങ്ങൾ ദ്രുതഗതിയിൽ മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് അദ്ദേഹം അതിലെല്ലാം ഒരു അജണ്ട ഉണ്ട്, കൃത്യമായ ഒരു പ്ലാനിങ് ഉണ്ട്. പണ്ട് ഞാൻ വീണ്ടും പറയും പോലെ ശോഭാ സുരേന്ദ്രനെയോ സുരേന്ദ്രനോ മുരളീധരനെ പോലെ എന്നും ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് വലിയ പ്രസംഗം നടപ്പിലാക്കിയിട്ട് ഈ ഗ്രൂപ്പ് വഴക്കും ഈ പ്രവർത്തകരെ പരിഗണിച്ചില്ല എന്ന വിവാദങ്ങളൊന്നും അദ്ദേഹം മുന്നിൽ കാണുന്നില്ല. അദ്ദേഹത്തിന്റെ മുന്നിൽ വികസന അജണ്ടയാണ്. അതോടൊപ്പം തന്നെ പണ്ട് മറ്റൊരു സംഭവമുണ്ട്, മറ്റ് BJP നേതാക്കളുടെ നാം നോക്കുമ്പോൾ മതവുമായി ബന്ധപ്പെട്ട് ഒരു 2 വരി പറയുമ്പോൾ അതിൽ 1 വരി മതത്തിന് വേണ്ടി മാറ്റിവെക്കുക, ഈ ന്യൂനപക്ഷങ്ങളെ എതിർക്കാൻ ഉപയോഗിക്കുക. പക്ഷെ അദ്ദേഹം അതിനെ തൊട്ടിട്ടേ ഇല്ല. അദ്ദേഹം പറയുന്നത് മുഴുവൻ വികസനമാണ്, എല്ലാവർക്കും വികസനം. എൻ്റെ വികസനത്തിൽ മുസ്ലിമും ഉണ്ട്, ക്രിസ്ത്യനും ഉണ്ട്, ഹിന്ദുവും ഉണ്ട്, ജാതി വ്യത്യാസമില്ല. പ്രത്യേകിച്ച് യുവാക്കളെയാണ് അദ്ദേഹം പരിഗണിക്കുന്നത്. യുവാക്കൾക്ക് വേണ്ടി ഏറ്റവും ഇപ്പോൾ നമ്മുടെ കേരളം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് യുവാക്കൾ രാജ്യം വിടുന്നു. അത് അദ്ദേഹം കൃത്യമായി അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടെ മികച്ച വിദ്യാഭ്യാസം നേടിയിട്ട് എന്തിനാണ് മറ്റുള്ള രാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെടുന്നത്? ഇവിടെ തന്നെ നിങ്ങളുടെ കഴിവ് വിനിയോഗിക്കുക. അതിനുവേണ്ടിയുള്ള പ്രവർത്തനവുമായിരിക്കും ഇനി BJP മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഇദ്ദേഹം യുവാക്കളെയും മിഡിൽ ക്ലാസ്സിനെയും ജാതിയെ മതത്തെയും എല്ലാവരെയും ഒറ്റക്കെട്ടായി ഒരുമിച്ച് കൊണ്ടുപോകാനുള്ളൊരു ശ്രമമാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. അതിൻ്റെ ഒരു തുടക്കമായിരിക്കും ഈ യാത്ര. ഈ മെയ് 10 വരെ പരിപാടികളിൽ 30 സംഘടനാ ജില്ലകളിൽ മിഷൻ 25 എന്നൊരു പ്രോജക്റ്റാണ് അദ്ദേഹം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ മിഷൻ 25 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 2025 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ ഈ അണികളെ വിദ്യാഭ്യാസമുള്ളവർ മാറ്റുക, വികസനം പറയുക, ജനങ്ങൾക്കിടയിൽ വികസനം എത്തിക്കുക, വികസനം എന്ന അജണ്ട മാത്രം മുൻനിർത്തി പ്രവർത്തിച്ച് മുന്നോട്ട് പോവുക. അല്ലാതെ ഇവിടെ മുസ്ലിമിന് ലഭിക്കുന്നു, ക്രിസ്ത്യന് ലഭിക്കുന്നു, ആ രീതിയിലുള്ള ഒരു നീക്കമേ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. അദ്ദേഹം കൃത്യമായി തന്നെയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് മുന്നോട്ട് പോകുന്നത്.